ഇന്നത്തെ റോഡുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് കുഴിയാണ് പലയിടത്തും. ടൂ വീലറിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഏറെ കഷ്ടപ്പെടുന്നത്. പല സ്ഥലത്ത് ഈ വെള്ളക്കെട്ടുകൾ നിറഞ്ഞിട്ടേ കുഴി ഏതാ വഴി ഏതാന്ന് കണ്ടറിയാൻ പോലും കഴിയാത്ത അവസ്ഥ. ചില സ്ഥലങ്ങളിൽ ചെറിയ വെള്ളക്കെട്ട് കണ്ട് നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ വലിയ കുഴിയിലേക്കായിരിക്കും ചിലപ്പോൾ ചെന്ന് വീഴുക. അത്രയും ആ ഗർത്തം പോലെ വലിയ ടൂ വീലറിൽ ചെന്ന് വീഴുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഒത്തിരി സ്ഥലത്ത് ഈ റോഡിൻ്റെ അകത്ത് പലയിടത്തും നല്ല രീതിയിലുള്ള ടാറിങ് നടത്താതാണ് പലയിടത്തും കാരണം. ഈ കോൺട്രാക്ടർമാരൊക്കെ വാങ്ങി സർക്കാരിൽ നിന്ന് ഫണ്ട് കൃത്യമായി ഫണ്ട് കൊടുത്തെങ്കിലും അവരൊക്കെ അതിൻ്റെ അകത്ത് തിരിമറി നടത്തി റോഡ് നല്ല രീതിയിൽ ടാർ ചെയ്യാത്ത നിമിത്തം പലയിടത്തും ഈ റോഡുകൾ പൊളിയുകയും പല റോഡുകളും വലിയ കുഴികളാകുകയും ഒരു റോഡിന് പല സ്ഥലങ്ങളിലും ധാരാളം കുഴികൾ രൂപാന്തരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ എം സി റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലത്തും ഇതുപോലുള്ള കുഴികൾ കാണാൻ സാധിക്കും. തന്നെയുമല്ല, ഈ റോഡിൻ്റെ പല സ്ഥലങ്ങളിലും ഇരു സൈഡിലുമുള്ള ഓടകൾ കൃത്യമായി വെള്ളം ഒഴുകി പോകാത്തത് നിമിത്തം റോഡിലേക്ക് വെള്ളം ഒഴുകി പല സ്ഥലങ്ങളിലും റോഡ് വലിയ പുഴ പോലെയാണ് ഒഴുകുന്നത്. പല സ്ഥലങ്ങളിലും വളരെ റോഡിൽ ഗതാഗതം സുഗമമായി നടക്കാൻ കഴിയാത്ത വിധം വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണുള്ളത്. ഈ റോഡിൻ്റെ ഇരുപുറങ്ങളിലും റോഡ് വീതി കൂട്ടിയതിൻ്റെ ഭാഗമായി കടകൾ മെയിൻ റോഡുമായിട്ടുള്ള അകലം വളരെ കുറയുകയും ഈ ഓടകൾ അടച്ച് വ്യാപാര സ്ഥാപനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ റോഡ് നിർമ്മാണം നടത്തുകയൊക്കെ ചെയ്ത സ്ഥിതിയാണുള്ളത്. പലയിടത്തും ഈ വ്യാപാരികളെ സന്തോഷിപ്പിക്കാൻ എന്ന രീതിയിൽ അവർക്ക് പാർക്കിംഗ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ഈ കോൺക്രീറ്റ് ഓടകൾക്ക് മേൽ കോൺക്രീറ്റ് ഇട്ട് പാകി ടൈലൊക്കെ പതിച്ച് നല്ല വൃത്തിയാക്കി ചെയ്തു കൊടുത്തിട്ടുണ്ട് പലയിടത്തും. പല സ്ഥലങ്ങളിൽ ഈ ഓടകൾക്ക് താഴെ കൂടെ വെള്ളം പോലും ഒഴുകി പോകാൻ കഴിയാത്ത വിധത്തിലാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പലയിടത്തും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ അറിവോടുകൂടിയാണ് പലയിടത്തും നടക്കുന്നത്. പല സ്ഥലങ്ങളിലും നമ്മുടെ റോഡ് വികസനത്തിൽ പണ്ടൊക്കെ റോഡിൻ്റെ ഇരുപുറവുമുള്ള ഓടകൾ കൃത്യമായി ആഴമുള്ളതും അഴുക്ക് കെട്ടിക്കിടക്കാത്തതും നന്നായി വെള്ളം ഒഴുകി പോകുന്നതുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. വെള്ളം ഒരു തുള്ളി പോലും വെള്ളം ഒഴുകിപ്പോകാതെ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപാന്തരപ്പെടുന്നു. പലയിടത്തും ബ്ലോക്ക് ഉണ്ടാകുന്നു. ഇത് പാർക്കിങ്ങൊക്കെ പല കടകൾക്കും റോഡുമായിട്ടുള്ള അകലം കുറഞ്ഞതോടുകൂടി പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ടിയാണ് പലയിടത്തും വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഓടകൾ അടച്ചാണ് പലയിടത്തും അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അത് വളരെ കഷ്ടമായൊരവസ്ഥയാണ്. പലയിടത്തും റോഡുകൾ അമിതമായ വെള്ളക്കെട്ടുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാത്ര ചെയ്യാൻ പോലും പലർക്കും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം.